ഹായ്, നമസ്കാരം. ഞാൻ സജീവ്, കരിയർ ആർക്കിടെക്റ്റാണ്. കരിയർ എഡ്യൂമേറ്റ് തൃപ്പൂണിത്തുറ. നമ്മുടെ ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ലോകത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് കരിയർ തിരഞ്ഞെടുപ്പ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, +1 +2 പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഡിഗ്രി കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ നിൽക്കുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ്, PG കഴിഞ്ഞിട്ടും ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ വീണ്ടും വീണ്ടും കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ്, ഈ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഒന്ന് സംസാരിക്കാം. ഞാൻ കരിയർ എഡ്യൂമേറ്റ് ആരംഭിച്ചതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ ഈ കാലയളവിൽ 2-3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 20,000 കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 200-ലധികം കുട്ടികളുമായും അവരുടെ പേരൻസുമായും 1-to-1 മീറ്റിംഗ്, കൗൺസിലിംഗ് നടത്താനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അവർ പലപ്പോഴും സ്വന്തം കഴിവുകൾ അറിയാതെ മറ്റുള്ളവരെ അനുകരിച്ച് കരിയർ തിരഞ്ഞെടുക്കുന്നവരായിരുന്നു ഭൂരിഭാഗം പേരും. അതുകൊണ്ടാണ് കരിയർ എഡ്യൂമേറ്റിൻ്റെ ഈ മിഷൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും താല്പര്യങ്ങളും കണ്ടെത്താൻ സഹായിക്കുക, ശാസ്ത്രീയമായ രീതിയിൽ ശരിയായ കരിയർ തിരഞ്ഞെടുക്കാൻ മാർഗനിർദ്ദേശം നൽകുക എന്നതാണ്. കരിയർ എഡ്യൂമേറ്റിൻ്റെ വിഷൻ ഇതാണ്. ഓരോ വിദ്യാർത്ഥിയും തൻ്റെ കഴിവിനും സ്വഭാവത്തിനും യോജിച്ച ഒരു കരിയർ കണ്ടെത്തി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ സാധാരണ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാർത്ഥി ഏറ്റവും വലിയ ഒരു തീരുമാനം എടുക്കേണ്ടി വരും തൻ്റെ ജീവിതത്തിലെ. അത് സ്ട്രീം സെലക്ഷനാണ്. സയൻസ് വേണോ, കൊമേഴ്സ് സ്ട്രീം വേണോ, ഹ്യൂമാനിറ്റീസ് സ്ട്രീം വേണോ എന്നത്. പലപ്പോഴും ഈ തീരുമാനം എടുക്കുന്നത് കുട്ടിയുടെ താല്പര്യവും കഴിവും നോക്കിയല്ല. പലരും നോക്കുന്നത് കൂട്ടുകാരെന്തെടുക്കുന്നു, സമൂഹം എന്തു പറയുന്നു, മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണ് തുടങ്ങിയവയാണ്. ഇത് കാരണം പല കുട്ടികളും പിന്നീട് അവർക്ക് അനുയോജ്യമല്ലാത്ത മേഖലയിലൂടെ കടന്നു പോകുന്നു. ഇനി +2 കഴിഞ്ഞുള്ള ആശയക്കുഴപ്പം. +2 കഴിഞ്ഞാൽ പ്രശ്നം ഇനിയും വലുതാകുന്നു. ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് കരിയറുകൾ ഉണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, കൊമേഴ്സ്, ഡിസൈൻ, ഡാറ്റാ സയൻസ്, സൈക്കോളജി തുടങ്ങിയ നിരവധി പുതിയ കരിയറുകൾ. എന്നാൽ പല കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് ശരിയായ അവബോധമില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും റാൻഡമായി കോഴ്സ് തിരഞ്ഞെടുക്കുന്നു. ഇനി +1 ആൻഡ് +2 സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. +1-ലും +2-ലും പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ സ്വന്തം ഇൻട്രസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വിവിധ കരിയർ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ്. മൂന്നാമത്തത് ഫ്യൂച്ചർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഇനി നാലാമത്തത് എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നതാണ്. സമയം, അത് നടക്കുന്ന തീയതി, അതിൻ്റെ ഡേറ്റ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക എന്നതാണ്. ഈ സമയത്ത് ശരിയായ മാർഗനിർദ്ദേശം കിട്ടിയാൽ കുട്ടികൾക്ക് അവരുടെ ഭാവി വളരെ വ്യക്തമായി കാണാൻ കഴിയും. UG അല്ലെങ്കിൽ ഡിഗ്രി തിരഞ്ഞെടുപ്പ്. +2 കഴിഞ്ഞാൽ അടുത്ത വലിയ ഒരു തീരുമാനമാണ് ഡിഗ്രി അല്ലെങ്കിൽ UG പ്രോഗ്രാം തിരഞ്ഞെടുക്കൽ. ഇന്ന് ഇന്ത്യയിൽ പോലും 4-year UG പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികൾക്കും അറിയാത്ത ഒരു കാര്യമാണ്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കരിയർ സ്കോപ്പ് എന്താണ്, ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിന് വേണ്ട ആവശ്യമുള്ള സ്കിൽസ് എന്തൊക്കെയാണ്. ഇതെല്ലാം നമ്മൾ നോക്കണം, മനസ്സിലാക്കണം. ഇനി UG അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഒത്തിരി കുട്ടികൾ അങ്ങനെ ജോലിയില്ലാതെ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഈ മാറുന്ന ലോകത്ത് ഒരു വലിയ പ്രശ്നമാണ് ഡിഗ്രി ഉണ്ടെങ്കിലും ജോലി ഇല്ല എന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കുട്ടിക്ക് വ്യക്തമായ കരിയർ പ്ലാനിങ് ഇല്ല, സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഇൻഡസ്ട്രി അവയർനെസ് തീരെയില്ല.
പല വിദ്യാർത്ഥികളും കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് കരിയർ പ്ലാനിംഗ് ആരംഭിക്കുന്നത്. അത് വളരെ വൈകിയ സമയമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ശരിയായ വഴി എന്താണ്? വിദ്യാർത്ഥികൾക്ക് കരിയർ പ്ലാനിംഗ് തുടങ്ങേണ്ടത് 9-10 ക്ലാസ്സുകൾ സമയത്ത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ, അല്ലെങ്കിൽ +1 പഠിക്കുമ്പോൾ തന്നെ എങ്കിലും ചെയ്യണം. ആ സമയത്ത് സയൻറ്റിഫിക് കരിയർ അസസ്മെൻറ്റ്, കരിയർ അവെയർനെസ്, ഫ്യൂച്ചർ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, 1-to-1 പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കരിയർ ക്ലാരിറ്റി കൃത്യമായി ലഭിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിയാനായി ഒരു കാര്യം ഞാൻ പറയട്ടെ. കരിയർ തിരഞ്ഞെടുപ്പ് എന്നത് ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ്. ശരിയായ സമയത്ത് ശരിയായ മാർഗനിർദ്ദേശം കിട്ടിയാൽ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറാൻ കഴിയും. ഞാൻ സജീവാണ്, കരിയർ എഡ്യൂമേറ്റിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിലും കൂടുതൽ കരിയർ ഗൈഡൻസ് സംബന്ധമായ കണ്ടന്റ് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ. നന്ദി. നമുക്ക് വീണ്ടും കാണാം.